ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തു. റാന്നി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. കേസിൽ SIT പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ ഹാജരാക്കി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ ആവശ്യം കോടതി നാളെ പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തും. പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, ഇന്നിപ്പോൾ കോടതിയിൽ വീണ്ടും പോറ്റിയെ ഹാജരാക്കിയിരിക്കുന്നു. പോറ്റി റിമാൻഡിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയൊക്കെ SIT കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ടോ? ഇനി രണ്ടാമത്തെ കേസ്, അത് കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ എപ്പോഴായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക? ദിവ്യ, അറസ്റ്റ് വൈകില്ല എന്നാണ് SITയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. സ്വർണ്ണപ്പാളി കേസിലാണ് നിലവിൽ അദ്ദേഹത്തിന്റെ വിചാരണ നടക്കുന്നത്, അല്ലെങ്കിൽ SIT കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയത്. സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തെ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് റിമാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം നാളെ 31-ന് മുരാരി കേസിൽ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. അദ്ദേഹത്തെ നാളെ റാന്നി കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഏതായാലും ഇരു പ്രതികളെയും, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലായിരുന്നു SIT പ്രധാനമായും രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്തായാലും അത് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിനുശേഷം വരും ദിവസങ്ങളിൽ തന്നെ, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കട്ടിളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് SIT അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കോടതിയിൽ വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചു. അപ്പോൾ ബാംഗ്ലൂരിൽ ചികിത്സയിലായിരുന്നുവെന്നും ചികിത്സ തുടരുന്ന കാര്യത്തെ പറ്റിയും അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടോ റിമാൻഡുമായി ബന്ധപ്പെട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ കോടതിയിൽ എത്തിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? ഇതുവരെയുള്ള അന്വേഷണം സംബന്ധിച്ച് മറ്റുള്ളവരുടെ പങ്കിനെ കുറിച്ചൊക്കെ? ഇല്ല ദിവ്യ, അത്തരമൊരു പ്രതികരണത്തിലേക്ക് ഇരു പ്രതികളും ഇതുവരെയും മുന്നോട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം മുരാരി ബാബു എത്തിയപ്പോഴും നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. അദ്ദേഹം അല്പസമയം കോടതിയിലേക്ക് കയറുമ്പോൾ പുറത്തു നിന്ന ശേഷമാണ് അകത്തേക്ക് കയറിയത്. ആ സമയം കൊണ്ട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പോലീസുകാരോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും മാധ്യമങ്ങളെ പിന്നീട് അവിടെ നിന്ന് മാറ്റുകയുമാണ് ചെയ്തത്. അതേ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഇന്നത്തെ പ്രതികരണം. അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുവരെ കോടതിയിലെത്തിയ സമയത്ത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ റിമാൻഡിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി നിർണായകമായ പല ഘട്ടങ്ങളും കേസ് അന്വേഷണം ബന്ധപ്പെട്ട് ബാക്കിയുണ്ട്. സീസൺ തുടങ്ങുന്നതിന് മുൻപ്, ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശബരിമലയിൽ എത്തിച്ച് ഇരു പ്രതികളുമായി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് കട്ടിളപ്പാളി കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. ആ കാര്യങ്ങളുമായിട്ടായിരിക്കും ഇനി SIT സംഘം മുന്നോട്ട് പോകുക. ദിവ്യ, ശരി. എന്തായാലും കസ്റ്റഡി കഴിഞ്ഞതോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയത്. റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കായിരിക്കും മാറ്റുക. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ താൻ ചികിത്സയിലായിരുന്നു ബംഗളൂരുവിൽ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത്.